ഒരു ദിവസം പാലില്ലാണ്ടപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു, വിമാട്ടല്ലേ, എനിക്കൊരു ഗുഡ് ലൈഫിന്റെ 10 പെട്ടി വേണം പിന്നെ പറഞ്ഞു. അപ്പൊ ശരി മാഡം 10 പെട്ടി ഓക്കെ എന്ന് പറഞ്ഞു വെച്ചു. 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞ് പാലില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളോട് എത്ര, മാഡം സോറി മാഡം ഗോഡൌണിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കേക്ക് സോറി മാഡം ഗോഡൌണിൽ പോയിരിക്കാന്ന് പറഞ്ഞു. പാല് ഗോഡൌണിൽ പോയിരിക്കുന്നോ, ഇതെന്താ ഇത്? ഇപ്പൊ കൊണ്ടുവരട്ടോ മാഡം, സോറി ഓക്കെ. ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, പാലെങ്ങനെ ഈ ഗോഡൌണിൽ പോണെന്തിനവര്? എന്റെ പൊന്നു രമ്യേ, പിന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞ വലിയൊരു വണ്ടി കണ്ടെയ്നർ വന്ന് നിക്കാ ഫ്ലാറ്റില്. എന്നിട്ട് ഈ തടിച്ച് നല്ല ബനിയനൊക്കെ ഇട്ട് ചെക്കന്മാരില്ലേ, ജിമ്മൻ ചെക്കന്മാര്, ഇവരിങ്ങനെ 10 പെട്ടി, ഒരു പെട്ടിക്കകത്ത് 100 ഉണ്ടാവും ചിലപ്പം. ഈ പെട്ടി ഈ സെക്കൻഡ് ഫ്ലോറിലേക്ക്. അപ്പൊ ഇവരിങ്ങനെ കേറുമ്പോ കിതച്ചിട്ട് മാഡം എന്ന് പറയുമ്പോ ഞാൻ കോണിമ്പിലോടക്ക്, ഇതെന്താ നിരന്ന് നിൽക്കുന്നു ഇങ്ങനെ വലിയ പെട്ടിയും കൊണ്ട്. ഞാൻ ചോദിച്ചു എന്താത്? മാഡം പാലോ? മാഡം അല്ലേ പറഞ്ഞ ഗുഡ് ലൈഫ് 10 പെട്ടി. എന്റെ പൊന്നു മക്കളെ, ആരാ നിങ്ങൾ ഇവിടെ പറഞ്ഞത്? ഞാൻ 1/2 ലിറ്ററിന്റെ 10 പറഞ്ഞത്. അതാ ഞങ്ങൾ. അപ്പൊ ഇവരിങ്ങനെ ക്ഷീണിച്ചിട്ട് വെച്ചു, സെക്കൻഡ് ഫ്ലോർ വരെ കയറണ്ടേ, ഇവര് ക്ഷീണിച്ചിട്ട് പാൽ അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു മാഡം ഇനി പാലിലാണോ കുളിക്കുന്നത്. ചേച്ചി 10 പെട്ടി എന്ന് പറഞ്ഞപ്പോ എന്റെ ഇത് മാറിപ്പോയി. 10 പെട്ടിയിൽ 100 കണ്ടെയ്നറില്. അത് ഞങ്ങളിങ്ങനെ പറയാ, ചിലപ്പോ മാഡം പാൽ ബിസിനസ് തുടങ്ങുന്നുണ്ടാവും. ഇവര് പറയാ, ഞങ്ങൾ വിചാരിച്ചു മാഡം ചിലപ്പോ പാൽ ബിസിനസ് തുടങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ മാഡം പാലിലായിരിക്കും കുളിക്കുന്നത്. മലയാള സിനിമയിൽ 3 പതിറ്റാണ്ട് പിന്നിട്ട അഭിനേത്രിയാണ് തെസ്നി ഖാൻ. അഭിനയം, കോമഡി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച താരമാണ് തെസ്നി. തനിക്ക് ലഭിക്കുന്ന ഓരോ റോളും തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ തെസ്നിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. മിക്കവാറും കോമഡി കഥാപാത്രങ്ങളിലാണ് താരം എത്തുന്നതെങ്കിലും സീരിയസ് കഥാപാത്രങ്ങളും തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് തെസ്നി ഖാൻ പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നിറസാന്നിധ്യമായി നിന്ന് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ താരത്തിന് പക്ഷെ നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടായിട്ടില്ല. എപ്പോഴും ചിരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് താരത്തെ മലയാളികൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ജീവിതത്തിൽ പല വിഷമങ്ങളിലൂടെയും കടന്നുപോയ ഒരാളാണ് താനെന്ന് പല അഭിമുഖങ്ങളിലും തെസ്നി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു രസകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് തെസ്നി ഖാൻ തുറന്നു പറയുന്നത്. ഇതിന്റെ വീഡിയോ ആണ് വൈറലായി മാറുന്നത്. തന്റെ ഫ്ളാറ്റിലേക്ക് പാലിനു വേണ്ടി ഓർഡർ ചെയ്ത സംഭവമാണ് തെസ്നി ഖാൻ വളരെ രസകരമായി പറയുന്നത്. താൻ ഒരു ദിവസം മിൽക്ക് മാർട്ടിൽ വിളിച്ച് തനിക്ക് പാല് വേണം, 10 പാക്കറ്റ് ഗുഡ് ലൈഫിന്റെ പാക്ഡ് മിൽക്ക് വേണം എന്ന് പറയുന്നു. ആ പാക്ഡ് മിൽക്ക് കൊണ്ടുവരാൻ 10 പാക്കറ്റ് വേണം, 10 പെട്ടി വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ 1 മണിക്കൂറായി, ഇപ്പോൾ കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നു. എന്നാൽ 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 3 മണിക്കൂറായി, ഈ സാധനം മാത്രം കൊണ്ടുവരുന്നില്ല. അങ്ങനെ ഇത് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് തെസ്നി ഖാൻ പിന്നെയും വിളിക്കുന്നു. അപ്പൊ അവര് പറയാണ്, സോറി മാഡം, ഈ പാൽ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഗോഡൌണിൽ പോയേക്കുവാണ്, പോയി എടുത്തിട്ട് വരുമെന്ന്. അപ്പൊ തെസ്നി ഖാൻ എന്തിനാ പാലെടുക്കാൻ ഗോഡൌണിൽ പോയോ എന്ന് പറഞ്ഞപ്പോ അവര് പറയുന്നുണ്ട്, ഉടനെ കൊണ്ടുവരും മാഡം, അത് ഗോഡൌണിൽ പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവതാരക പോലും ചിരിച്ചു പോകുന്നൊരു സംഭവമാണ് ഉണ്ടായത്. അവതാരക പോലും അന്തം വിട്ടുപോയി. കാരണം തെസ്നി ഖാൻ പറയാണ്, ഈ ഒരു 2-3 മണിക്കൂറിന് ശേഷം, ഇവരെ വിളിച്ചതിന് ശേഷം നോക്കുമ്പോൾ ഒരു വലിയ വണ്ടി തന്റെ ഫ്ളാറ്റിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്, വലിയൊരു കണ്ടെയ്നർ. ഈ തടിച്ച് നല്ല ബനിയനൊക്കെ ഇട്ട ചെക്കന്മാരുണ്ടല്ലോ, ജിമ്മൻ ചെക്കന്മാര്, ഇവരെ 10 പാക്കറ്റ് മീൻസ് 10 പെട്ടികള്, ഈ പാലിന്റെ 10 പെട്ടികള് ചുമന്നുകൊണ്ട് തന്റെ ഫ്ളാറ്റിലേക്ക് കയറി വരികയാണ്. ഇവരെ കണ്ട് തെസ്നി ഖാൻ അന്തം വിട്ടുപോയെന്നാണ് പറയുന്നത്. സെക്കൻഡ് ഫ്ലോറിലേക്ക് കൊണ്ടുവരികയാണ്. കിതച്ചിട്ട് മാഡം എന്ന് പറഞ്ഞ് വിളിക്കുവാണ് ഇവര്. നിരന്ന് ഈ പെട്ടി ചുമന്ന് നിന്നാണ് ഇവര് വിളിക്കുന്നത്. എന്താണെന്ന് ചോദിക്കുമ്പോൾ മാഡം പാല് കൊണ്ടുവന്നു, മാഡം അല്ലേ പറഞ്ഞത് ഗുഡ് ലൈഫ് 10 പെട്ടി എന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ തെസ്നി ഖാൻ ചോദിക്കുന്നുണ്ട്, ആരാ മക്കളെ നിങ്ങളോട് ഇത് പറഞ്ഞത്? 1/2 ലിറ്ററിന്റെ 10 പാക്കറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്, അതിനാണോ നിങ്ങൾ ഈ 10 പെട്ടി എടുത്തുകൊണ്ട് വന്നത് എന്ന്. ഇവര് ഈ കഷ്ടപ്പെട്ട് സെക്കൻഡ് ഫ്ലോർ വരെ കയറി. അങ്ങനെ ആ പെട്ടിയിൽ, ഒരു പെട്ടിയിൽ എന്ന് പറഞ്ഞാല് 100 എണ്ണമാണുള്ളത്, അങ്ങനെ 10 പെട്ടി. അവര് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇനി ആലോചിച്ചു മാഡം ഇനി പാലിലാണോ കുളിക്കുന്നത് എന്ന്, പാല് ബിസിനസ് തുടങ്ങുന്നുണ്ടോ ഇനി, അങ്ങനെയൊക്കെ തങ്ങൾ ചിന്തിച്ചു എന്ന് ഇവര് പറയുന്നുണ്ട്. മാഡം പാലിനാണോ കുളിക്കുന്നത്, അങ്ങനെയൊക്കെ ഇവർ ചിന്തിച്ചു എന്ന് ഇവര് തന്നെ പറയുന്നുണ്ട്. ഇവര് നിന്ന് കിതക്കുകയാണ് എന്നൊക്കെ തെസ്നി ഖാൻ വളരെ രസകരമായ ഒരു സംഭവം പറയുന്നു.